ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ ആണ് പഠിക്കുന്നത്. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ദി ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സ്പീഡ് ഒരേ സ്പീഡിലായിരിക്കും സർക്കുലർ പാത്തിലൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇനി വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റിയുടെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അളവ് സെയിം ആയിരിക്കും. പക്ഷേ നമ്മുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് പറയുക? ഈ പോയിന്റിലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ടാൻജൻറ്റ്. ഈ പോയിന്റിലെ വെലോസിറ്റി ഇവിടുത്തെ ടാൻജൻറ്റ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫൈനൽ എക്സാംസിന് കൂടെ ചോദിക്കാറുണ്ട്. അതിപ്പോൾ വരച്ചോളണം. ഇനി ആക്സിലറേഷൻ കൂടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കല്ല് ഒരു കയറിൽ കെട്ടിക്കറക്കുന്ന എക്സാമ്പിളാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കല്ല് നമ്മൾ പിടിവിട്ടാൽ കല്ല് അതിൻ്റെ വെലോസിറ്റിയുടെ ആ പിടിവിടുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണോ അത് ആ ഡയറക്ഷനിൽ തെറിച്ചു പോകും. അപ്പോൾ വെലോസിറ്റി ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദി പോയിന്റ്. ഈ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിരിക്കും, ടാൻജൻഷ്യൽ ടു ദി സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ആൻഡ് ആക്സിലറേഷൻ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ആൻഡ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ ആക്സിലറേഷൻ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് പറയുക. ആ ഫോഴ്സ് ഇല്ലെങ്കിൽ സർക്കിളിൽ നിന്ന് ആ ഒബ്ജക്റ്റ് തെറിച്ചു പോകും. നമ്മൾ ഓരോരോ ടേംസ് ആയിട്ട് സർക്കുലർ മോഷനിൽ വരുന്ന ഓരോരോ ടേംസ് ഡിസ്കസ് ചെയ്യാൻ. ഫസ്റ്റ് ഈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളിവിടെ ഒരു റേഡിയസ് വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഇനിഷ്യൽ ടൈമിൽ സപ്പോസ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ആൻഡ് ആഫ്റ്റർ സം ടൈം ഇത് ട്രാവൽ ചെയ്ത് ബിയിലെത്തി. നമ്മളിവിടെ ഒരു റേഡിയസ് വെക്ടർ 6 വരച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പേനയും കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഈ റേഡിയസ് വെക്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എ തൊട്ട് ബി വരെ ട്രാവൽ ചെയ്തപ്പോൾ ഈ റേഡിയസ് വെക്ടർ, അതാണ് ഈ പേന കാണിക്കുന്ന പേന റെപ്രസെന്റ് ചെയ്യുന്നത് റേഡിയസ് വെക്ടറിനെയാണ്. ഈ റേഡിയസ് വെക്ടർ സ്വെപ്റ്റ് ചെയ്ത ആംഗിളിനെയാണ് ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഈ ആംഗിൾ എത്ര ആംഗിൾ ഇത് ഡിസ്പ്ലേസ് ചെയ്യും, ദിസ് ഇസ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും റേഡിയൻ എന്ന ആംഗിൾ, നമ്മൾ സാധാരണ ഡിഗ്രി ആണ് പറയുന്നത്, പക്ഷേ SI യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ വന്നെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ എന്ന് പറയും. ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്തെങ്കിൽ ആംഗിൾ ഈസ് 2π റേഡിയൻ. ഹാഫ് സർക്കിൾ ആണെങ്കിൽ സെമി സർക്കിൾ ആണെങ്കിൽ π റേഡിയൻസ്. അപ്പോൾ 180 π ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി മീൻസ് π/2 ആൻഡ് ഫുൾ സർക്കിൾ കവർ ചെയ്യുമ്പോൾ 2π അല്ലെങ്കിൽ 360 ഡിഗ്രി. നെക്സ്റ്റ് ഇസ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി നമുക്കറിയാം, സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതുപോലെ തന്നെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ യൂണിറ്റ് എങ്ങനെ മനസ്സിലാക്കാം? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് റേഡിയൻ, ടൈമിന്റെ സെക്കൻഡ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഇനി പീരിയഡ് ഓഫ് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്താണ് നോക്കുക. എന്താണ് പീരിയഡ് എന്ന് പറയുന്നത്? ഒരു ഫുൾ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒബ്ജക്റ്റ് എടുത്ത സമയത്തെയാണ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുക. റിവോൾവ് ചെയ്യുന്ന സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു ഫുൾ സർക്കിൾ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമിന് പീരിയഡ് എന്ന് പറയാം. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അതിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, ടൈം ആണല്ലോ, അപ്പോൾ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ ഒരു സെക്കൻഡിൽ എത്ര തവണ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സർക്കുലർ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്തു അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ആ സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്തു, റിവോൾവ് ചെയ്തു, അതാണ് ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്
And frequency and time period are connected by the equation nu is equal to 1 by t. ഫ്രീക്വൻസിക്ക് എഫ് എന്നോ ന്യൂ എന്നോ കൊടുക്കാം. ഇവിടെ ഞാൻ ന്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ന്യൂ is equal to 1 by t. അതായത് ഫ്രീക്വൻസി is equal to 1 by time period. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? 1 by time period ആണ്. അപ്പോൾ 1 by second അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് is the യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. ഇനി ആക്സിലറേഷനും കൂടെ നോക്കാം. ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെലോസിറ്റി, ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. ഒമേഗ ബൈ ടി എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എന്നോ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ആംഗുലർ ആക്സിലറേഷൻ. വാട്ട് ഈസ് എ യൂണിറ്റ്? ഒമേഗ ബൈ ടൈം ആണ്. ഒമേഗയുടേത് റേഡിയൻ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ അഗെയിൻ ഒരു സെക്കൻഡ് വരുമ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ദി യൂണിറ്റ് ഓഫ് ആംഗുലർ ആക്സിലറേഷൻ. നമുക്ക് ആംഗുലർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി ടൈം പീരീഡും ഒക്കെ തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 കംപ്ലീറ്റ് സർക്കിൾ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരു ഫുൾ സർക്കിൾ റിവോൾവ് ചെയ്തു വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഫുൾ സർക്കിള് കവർ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്? 2π. ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്ത് വരുമ്പോൾ ആംഗിൾ 2π ആണ് കവർ ചെയ്യുന്നത്. ആൻഡ് ടൈം എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി എന്ന് പറയാം. ഇനി നമുക്കറിയാം 1 ബൈ ടി ഇസ് ഈക്വൽ ടു ന്യൂ. അപ്പോൾ 1 ബൈ ടിക്ക് ന്യൂ എന്ന് കൊടുത്താൽ 2π ന്യൂ എന്ന് വരും. ഓക്കെ, so this is the equation connecting omega and t, and this is the equation connecting angular velocity and frequency. നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ളൊരു കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ പഠിക്കാം. ലീനിയർ വെലോസിറ്റി വിയും ആംഗുലർ വെലോസിറ്റി ഒമേഗയും. നമ്മൾ ആദ്യം വരച്ച അതേ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിളിൻ്റെ സെൻറ്ററോ റേഡിയസ് വെക്ടർ 6 വരച്ചിട്ടുണ്ട്. ആദ്യം ഈ പാർട്ടിക്കിൾ അല്ലെ ഒബ്ജക്റ്റ് എയിലായിരുന്നു, ട്രാവൽ ചെയ്ത് ബിയിലെത്തുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡെൽറ്റ ആർ. നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർ ബൈ റേഡിയസ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ചെറിയ ആംഗിൾ ആണ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. that angle can be written as angle is equal to r by radius. അപ്പോൾ ആർക്ക് എന്ന് പറയുന്നത് ഈ എ ബി ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആർ, ഡെൽറ്റ ആർ ബൈ ആർ. അപ്പോൾ നമുക്ക് ഡെൽറ്റ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അതിൽ നിന്ന് ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഈ ഡെൽറ്റ ടി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ് ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. സോ വി ഹാവ് 2 ഇക്വേഷൻസ് ഫോർ ഡെൽറ്റ തീറ്റ. ഒന്ന് ഡെൽറ്റ ബൈ ആർ, ഒന്ന് ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി ഈ ഡെൽറ്റ ടീനെ ഇപ്പുറത്തേക്കും ആറിനെ അപ്പുറത്തേക്കും കൊണ്ടുവരികയാണ്. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി is equal to omega into r. What is delta r by delta t? Delta r എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി. v is equal to omega into r. v equal to r omega. This is the equation connecting linear velocity and angular velocity. എന്താണ്? v is equal to r omega. നമ്മളിനി സെൻട്രിപെറ്റൽ ആക്സിലറേഷന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ആക്സിലറേഷൻ ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഇൻ ദ കേസ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരച്ച സർക്കുലർ പാത്ത് വരച്ചിരിക്കുകയാണ് ഇവിടെ.
ഇവിടെ പക്ഷേ റേഡിയസും പൊസിഷനും ഒന്നുമല്ല, നമ്മൾ വെലോസിറ്റി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എ ആണ്. അവിടുത്തെ വെലോസിറ്റി നമ്മൾ വരച്ചിരിക്കുകയാണ് ഇവിടെ. അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു V1. ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് ബിയിലെത്തി. അവിടുത്തെ ഉള്ള വെലോസിറ്റി V2 എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ വെലോസിറ്റി V1, രണ്ടാമത്തെ വെലോസിറ്റി V2. അപ്പോൾ അവയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ V എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ V. ഓക്കെ, അപ്പോൾ V1ൽ നിന്ന് ഡെൽറ്റ V1 പ്ലസ് ഡെൽറ്റ V ആണ് V2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ വെക്റ്റർ അഡീഷൻ വെച്ച് എഴുതാൻ വേണ്ടിയിട്ട്, ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ V1 ഇങ്ങോട്ടേക്ക് വരച്ചു, V1 വരച്ചു, ഈ ഡെൽറ്റ V ഇവിടെ വരച്ചു. ദിസ് ഇസ് V2. അപ്പോൾ V1 ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, ഡെൽറ്റ V ഇങ്ങോട്ടേക്ക്, അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് V2 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ V1ഉം V2ഉം തമ്മിലുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഇത്രയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക്, ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൽറ്റ V ആണ്, ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ V1 ആകാം, V2 ആകാം. V1ഉം V2 ഒക്കെ മാഗ്നിറ്റ്യൂഡിൽ സെയിം ആണ്. സോ നമുക്ക് V1നും V2നും പകരം V എന്ന് കൊടുക്കണം. അപ്പോൾ ആർക്ക് ബൈ റേഡിയസ് ഡെൽറ്റ V ബൈ V എന്ന് കൊടുത്തു. അപ്പോൾ ഡെൽറ്റ തീറ്റയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നേരത്തെ പോലെ തന്നെ ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് ഡെൽറ്റ V ബൈ V, രണ്ടാമത്തത് ഒമേഗ ഇൻറ്റു ടി. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ V ബൈ V ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, വിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഡെൽറ്റ V ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു V എന്ന് വരും. വാട്ട് ഈസ് ഡെൽറ്റ V ബൈ ഡെൽറ്റ ടി? ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം, അതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു V എന്ന് വരും. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ടേംസിൽ എഴുതാം. ഇപ്പൊ നമുക്കറിയാം V ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. V ഈക്വൽ ടു ആർ ഒമേഗ ആണല്ലോ. അപ്പൊ വിക്ക് പകരം ആർ ഒമേഗ എന്ന് കൊടുത്താൽ A ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു വിക്ക് പകരം ആർ ഒമേഗ എന്ന് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ V ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു V ബൈ ആർ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് V ബൈ ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒമേഗയ്ക്ക് V ബൈ ആറും പിന്നെയുള്ള വിയും കൂടെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? A ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എഴുതാം. ഒന്നെങ്കിൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ അല്ലെങ്കിൽ V സ്ക്വയർ ബൈ ആർ. അതിൽ A ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു A ഈക്വൽ ടു V സ്ക്വയർ ബൈ ആർ. ഇത് നമുക്ക് നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഇതിന് ആവശ്യമുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷനും കൂടെ ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു F ഇസ് ഈക്വൽ ടു ma. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആക്സിലറേഷന് പകരം V സ്ക്വയർ ബൈ ആർ കൊടുത്താൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ ആർ. അപ്പോൾ വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആൻഡ് ഇക്വേഷൻ ഈസ് mv സ്ക്വയർ ബൈ ആർ.